ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. 30-ലധികം സീറ്റുകളുമായി UDF തിരൂർ നഗരസഭയിൽ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥിയും ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റുമായ കേടത്തിൽ ഇബ്രാഹിം ഹാജി പറഞ്ഞു. കുഴപ്പമില്ല, എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പോളിംഗ് ആണ്. 7 മണി കറക്റ്റിന് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രവർത്തനം ആരംഭിച്ച ഉടനെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലായിടത്തും കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന് പ്രത്യേകത ഈ SIയുടെ നിയമം വന്നതോട് കൂടിയിട്ട് പരമാവധി എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി എല്ലാവരും നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തിയിട്ടുണ്ട്. ഞാൻ മത്സരിക്കുന്നത് 17-ാം വാർഡിലാണെങ്കിലും എൻ്റെ വോട്ട് 22-ാം വാർഡിൻ്റെ ബൂത്താണ്. ഇവിടെ വോട്ട് ചെയ്ത് ഐക്യജനാധിപത്യ മുന്നണി മുന്നേറുമെന്നുള്ളത് 100% ഉറപ്പാണ്. 30-ലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിൽ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. പ്രചരണമൊക്കെ സജീവമായിരുന്നു. അവസാന ഘട്ടം നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, കേരള ഗവൺമെൻറ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. വില വർധനവ്, അതുപോലെ തന്നെ വിവിധ നിയമങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ ആളുകൾ ഇന്നിപ്പോൾ വോട്ട് ചെയ്യുന്നത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഐക്യജനാധിപത്യം മുന്നോട്ട് വരുമെന്ന് തന്നെയാണ്. 30 സീറ്റിൽ കുറയാതെ UDF ഐക്യജനാധിപത്യ മുന്നണി തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷ. തിരുപ്പഴംകുളങ്ങര അൻസാർ സ്കൂളിലെ കോലാർകുണ്ട് ബൂത്തിലാണ് ഇബ്രാഹിം ഹാജി വോട്ട് രേഖപ്പെടുത്തിയത്. 8 മണിയോടെയാണ് അദ്ദേഹം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്.